ടിയാഗോ EV മീഡിയം റേഞ്ചിൽ ഒരു പ്ലാനും ചെയ്യാതെ പാഞ്ചാലിമേടും കണ്ട് ഒരു വാഗമൺ യാത്ര. 100% ചാർജിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം 100 കിലോമീറ്റർ ഓടി നമ്മൾ പാഞ്ചാലിമേട് എത്തി. കൂടുതലും കയറ്റം ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ അറൗണ്ട് 33% ചാർജ് മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ എല്ലാം കണ്ട് നമ്മൾ നേരെ പോയത് കുട്ടിക്കാനത്തുള്ള ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ വണ്ടിയിൽ അറൗണ്ട് 20% ചാർജ് ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗോയിസയുടെ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ഇട്ട ശേഷം നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് വണ്ടി ഫുൾ ചാർജ് ആക്കി നമ്മൾ മനോഹരമായ വഴികളിലൂടെ നേരെ വാഗമണ്ണിലോട്ട് പോയി. വാഗമൺ അന്ന് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ തിരക്കില്ലാത്തൊരു സ്പോട്ട് നോക്കി നമ്മൾ നേരെ എത്തിയത് കുരിശുമല ഫാമിലായിരുന്നു. വളരെ ശാന്തവും സമാധാനമായിട്ടുള്ളൊരു ക്യാറ്റിൽ ഫാം. അങ്ങനെ അവിടുത്തെ ആ സൈലൻസും ആ പീസും ആ അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്തിട്ട് വൈകിട്ട് ഒരു 6:15 നമ്മൾ തിരിച്ചിറങ്ങി. വാഗമണ്ണിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറൗണ്ട് 83% ആയിരുന്നു. പക്ഷേ ഇറക്കമൊക്കെ ഇറങ്ങി താഴെ തീക്കോയിൽ എത്തിയപ്പോഴത്തേക്കും റീജൻ കാരണം നമ്മുടെ വണ്ടിയിൽ ബാലൻസ് 93% ചാർജ് ഉണ്ടായിരുന്നു. അതിനുശേഷം അറൗണ്ട് 120 കിലോമീറ്റർ ഓടി നമ്മൾ വീട്ടിലെത്തുമ്പോൾ വണ്ടിയിൽ ബാലൻസ് 33% ചാർജ് ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഉണ്ടായ എക്സ്പെൻസ്, അതായത് ഫുഡും വെള്ളവും ടിക്കറ്റും ചാർജിങ്ങും എല്ലാം ഉൾപ്പെടെ 1300 രൂപയാണ് ആയത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ കാണാവുന്നതാണ്. ഇനി ടിയാഗോ EV ആയിട്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റിൽ സജസ്റ്റ് ചെയ്യൂ.